എന്താണെന്നറിയില്ല, ഇരിക്കാൻ സ്ഥലം ഉണ്ടായിട്ട് എല്ലാവരും വിൻഡോയുടെ സൈഡിൽ പോയി നിൽക്കുന്നു, അല്ലെങ്കിൽ പുറത്തേക്ക് നോക്കിക്കുന്നു. എന്നെ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കിയതാ കേട്ടോ. എല്ലാവരും ഫോണൊക്കെ എടുത്ത് വീഡിയോ പിടിക്കാൻ പറ്റുന്ന റെഡി ആയിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വീഡിയോ ഒക്കെ ഓണാക്കിയതുണ്ടോ, ഓണാക്കിയതുകൊണ്ട് നിൽക്കുന്നുണ്ട്. നോക്കിയപ്പോൾ മനസ്സിലായത് ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നതിലെ ഏറ്റവും വലിയ ഒരു ജനസാഗരം അല്ലെങ്കിൽ ജനസമ്മേളനം ഇതേ കാണുന്നതാണ് നമ്മുടെ പ്രയാഗിലെ കുംഭമേള. അടിപൊളി. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് നോക്കിയിരിക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ ശരിക്കും എന്നെ പറഞ്ഞൊരു വലിയൊരു യജ്ഞശാല പോലെ ചില ഹെക്ടർ കണക്കിന് സ്ഥലമാണ്. ലൈറ്റും തോരണങ്ങളും കാര്യങ്ങളും ടെൻറ്റുകളും ഒക്കെ ആയിട്ട് അവനത് തന്നെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര മനോഹരമായിട്ട് തോന്നുന്നു, ഭയങ്കര ഇതായിട്ട് അവൻ ഇതിനെക്കുറിച്ച് പറയുന്നത്. ഉത്തർപ്രദേശിലാണ് ഈ പ്രാവശ്യത്തെ കുംഭമേള നടക്കുന്നത്. ജനുവരി 13 മുതൽ ഫെബ്രുവരി 26 വരെ ഏകദേശം 40 ദിവസത്തോളമാണ് കുംഭമേള. UP സർക്കാരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രയാഗ്രാജ് മേള കമ്മിറ്റിയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ വേദി എന്ന് പറഞ്ഞാൽ ത്രിവേണി സംഗമമാണ്. സ്ഥലം ഉത്തർപ്രദേശിൽ തന്നെ. ഏകദേശം 400 മുതൽ 450 ദശലക്ഷം വരെ സന്ദർശകർ എത്തിച്ചേരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ 850 മില്യൺ US$ ഏകദേശം ഇതിൻ്റെ ബഡ്ജറ്റ് കണക്കാക്കപ്പെടുന്നത്. വർഷങ്ങളായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉത്സവമാണ് കുംഭമേള. ഇത് ശരിക്കും ഇതെന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഡേറ്റിനെ കുറിച്ചൊന്നും ആർക്കും ഇതുവരെ ഒരു അറിവില്ല. എന്തു തന്നെ ആയിരുന്നാലും നമുക്കിത് കാണുന്നത് തന്നെ ഒരു നയന മനോഹാരിതമായിട്ട് തോന്നുന്നുണ്ട്. എത്ര ഭംഗിയാണെന്ന് നോക്കി, ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കാര്യങ്ങൾ. അതുപോലെ തന്നെ ശരിക്കും അടുത്ത് പോയി ഒന്ന് കാണാനുള്ള ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ കാര്യം തന്നെയാണ്. അതിനെക്കുറിച്ചാണ് ഇവനിങ്ങനെ വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും. എല്ലാവരും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് വന്ന് നോക്കുന്നു, വീഡിയോ എടുക്കുന്നു. ഭയങ്കര കാര്യമായിട്ട് അവൻ ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞു തുടങ്ങിയതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്ഥലമാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്, ത്രിവേണി സംഗമം. ശരിക്കും 3 നദികൾ തമ്മിൽ കൂടി യോജിക്കുന്ന സ്ഥലമാണ് ഇവിടെ. സരസ്വതി, ഗംഗ, യമുന ഈ 3 നദികളും കൂടെ കൂടിച്ചേരുന്ന സ്ഥലമാണ് ത്രിവേണി സംഗമം എന്ന് അറിയപ്പെടുന്നത്. അവിടെ സ്നാനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോക്ഷം ലഭിക്കുമെന്നാണ് ശരിക്കും ഹിന്ദു പുരാണത്തിൽ പറയുന്നതും അതുപോലെ തന്നെ ഹിന്ദു സംസ്കാരത്തിൽ വിശ്വസിക്കുന്നത്. ഇതൊക്കെയായാലും ഇങ്ങനെയെങ്കിലും ഒന്ന് കാണാൻ ഉള്ള ഭാഗ്യം കിട്ടുക എന്ന് തന്നെ അത്ഭുതമാണ്. നേരിട്ട് കാണാനുള്ളൊരു ഭാഗ്യം ലഭിക്കട്ടെ. പകൽ സമയത്താണെങ്കിൽ ഭയങ്കര തിരക്കനുഭവപ്പെടുന്നൊരു സ്ഥലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അതേ ദൂരെ കാണുന്നത് അതാണെന്ന് തോന്നുന്നു ത്രിവേണിയിലെ സോമനാഥ ടെമ്പിള്. കറക്റ്റായിട്ട് നമുക്കറിയത്തില്ല. എന്തൊക്കെയാണെങ്കിലും വളരെ മനോഹരമായിട്ട് തന്നെ റെഡിയാക്കിയിട്ടുണ്ട് ഇവിടെയൊക്കെ. അപ്പോൾ കാണുന്നവർ എന്തായാലും കാണുക, അഭിപ്രായം പറയുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.